അതന്നെ. എത്ര മാർക്ക് കൊടുക്കും? 100 കൊടുത്തേക്കാം. എന്തിനാ കുറയ്ക്കണെ? ഉള്ള സ്ഥലങ്ങളെല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? അല്ലാണ്ട് എക്സ്ട്രാ അഡീഷണൽ വേറെ സ്ഥലങ്ങളൊന്നും അനാവശ്യമായിട്ട് ഇട്ടിട്ടില്ല. പിന്നെ വീടിരിക്കുന്ന ലൊക്കേഷനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒരു വ്യൂ ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് അവിടെ ചെയ്തിരിക്കുന്നത്. പുതിയൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. മനോഹരമായ എപ്പിസോഡ് എന്ന് പറയാൻ കാരണം ഇത് മനോഹരമായ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. വയനാട്ടിലാണ്. വയനാട് പയ്യമ്പള്ളി നമ്മുടെയൊക്കെ നാട് തന്നെയാണ് പയ്യമ്പള്ളി. ഞാൻ പഠിച്ചതൊക്കെ ഇവിടെയാണ്. അപ്പം ഇവിടെ തന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീടാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ഷിനറ്റ് ബ്രോയുടെ വീട് കാണിക്കാനാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് 6 മാസമായിട്ടുള്ള ഈ വീട് പണിതിട്ട് ഒരു വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന സാധാരണ ഒരു വീടാണ്. ഒരു ഡബിൾ ഹൈറ്റ് ഉള്ളൊരു വീടാണ്. 3500 സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത്. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്ലേസാണ്. 43 സെൻറ്റിലാണ് ഈ സ്ഥലം, ഈ വീട് ഇരിക്കുന്നത് കേട്ടോ. നല്ല അലുവാ കഷ്ണം പോലൊരു സ്ഥലം കാണാൻ നമുക്ക് കൊതിയാവും. അങ്ങനെ ഒരു വളരെ വലിയ ഓപ്പണായിട്ടുള്ള ഒരു സ്ഥലം, വലിയൊരു മൈതാനത്തിന് നടുവിൽ നിൽക്കുന്ന ഒരു ഗംഭീര വീട്. ആ വീട് കാണാനാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. കുര്യൻ ചേട്ടാ, എന്നാണ്ട് വിശേഷം? സുഖം തന്നെ. നമ്മൾ കുറേ കണ്ടിട്ട്. നമസ്കാരം. ഞങ്ങള് പഠിച്ചോണ്ടിരിക്കുന്ന സ്കൂളിൽ മുമ്പിൽ കടയുണ്ടായിരുന്ന ചേട്ടനാണ് അല്ലേ? അതെ അതെ, അന്ന് കണ്ടിട്ടുണ്ട്, അന്നോട്ട് പരിചയമുണ്ട്. ചേച്ചി നമസ്കാരം. ഷിനോജ് സൗദിയില്, എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഷിനറ്റ് ഇംഗ്ലണ്ടില്, പുതിയൊരു വീട് വെക്കുക എന്ന് പറഞ്ഞാൽ മോന്റെ ഒരു സ്വപ്നമായിരുന്നു. അതുകൊണ്ട് ഒന്നും അറിയണ്ടെന്ന് പറഞ്ഞല്ലേ? ഒന്നും അറിയണ്ട, ഞാൻ സ്ഥലം എഴുതി കൊടുത്തു. അപ്പൊ അത് അവന് ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്തോട്ടെ, മക്കളുടെ താല്പര്യമല്ലേ. അപ്പൊ നമ്മളോട് അജേഷ് ബ്രോ ഉണ്ട്. ബ്രോ അതെ, നമസ്കാരം. ഈ വീടിന്റെ ആർക്കിടെക്ട് ആണല്ലേ? യെസ്, നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. റിനോവേഷൻ പ്രോജക്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. റിനോവേഷൻ തൃശ്ശൂർ നമ്മൾ ചെയ്തിട്ട്. അതെ, ഓക്കെ. അപ്പൊ അങ്ങനെ വയനാട്ടിലെത്തിപ്പെട്ടു. വയനാട്ടിലെത്തിപ്പെട്ടു. 43 സെന്റിലാണ് നമ്മൾ ഈ ഒരു പ്രൊജക്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല വ്യൂ ആണ് ഇവിടുന്ന്. പിന്നെ ഈ വയനാട് എന്ന് പറഞ്ഞ പ്രത്യേകത നമുക്ക് പിന്നെ കർണാടക അതുപോലെ തമിഴ്നാടൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ്, ഡിസ്ട്രിക്റ്റ് ആണല്ലോ. അപ്പോൾ അവിടെ ഒരു പ്രൊജക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. 3500 സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത്. 3500 സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ വീട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക കാറ്റൊക്കെ കിട്ടാൻ. അതെ, ഫുൾ ടൈം ഭയങ്കര ഒരു ഹൈറ്റുള്ള ഏരിയ കൊണ്ട് നമുക്ക് വീട് ഫുൾ ടൈം നമുക്ക് കാറ്റാണ്. സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടാണ് നമ്മൾ വീട് വെച്ചിരിക്കുന്നത്. സ്ഥലത്തിന്റെ ആ ഒരു പിന്നെ ഇരിപ്പിനനുസരിച്ച് നമ്മൾ വീട് ഡിസൈൻ എടുത്തിട്ടുണ്ട്. മാക്സിമം നമുക്ക് കാറ്റും വെളിച്ചവും കിട്ടുക എന്നുള്ള രീതിയിലാണ് തന്നെ ലാൻഡ്സ്കേപ്പിംഗ് കണ്ടാൽ നമുക്ക് അറിയാം. അതെ, വലിയ ലാൻഡ്സ്കേപ്പ് താഴോട്ട് ഇങ്ങനെ സ്ലോപ്പിംഗ്. അപ്രോക്സിമേറ്റ് ഒരു 8000 സ്ക്വയർ ഫീറ്റിൽ നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. സിറ്റൗട്ടിലേക്ക് കയറി സിറ്റൗട്ടിൽ നീളത്തിലുള്ള സിമ്പിൾ ആയിട്ടുള്ള 3 ചെയറും കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ പോർച്ച് വരുന്നു. പോർച്ചിന് ഒരു പ്രൊട്ടക്ഷൻ പോലെ തൊട്ടപ്പുറ സൈഡിലൊരു കവറിങ് കൊടുത്തിട്ടുണ്ട്. ജാളി വർക്ക് അവിടെ ചെയ്തിട്ടുണ്ട്. മിനിമലായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സിറ്റൗട്ടിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ സിറ്റൗട്ട് ആണെങ്കിലും ഇവിടുന്ന് കാണുന്ന കാഴ്ച അതിമനോഹരമാണ്. അതിനാണ് പൈസ. അതെ അല്ലേ? അത് നല്ല കിടിലൻ ഏരിയ ആണ്. ആ കാണുന്നതൊക്കെ ഫോറസ്റ്റ് ആണ്. അതിനപ്പുറമാണ് കാട്ടിക്കുളം വരുന്നത്. കുറുവാദിവാസി ആ മലയ്ക്ക് അപ്പുറത്താണ്. അങ്ങനെ മൊത്തത്തിൽ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം. ഈ സ്ഥലം കിട്ടിയത് ഒരു ഭാഗ്യമല്ലേ? വലിയ ഭാഗ്യം. വലിയ ഒരു 2 വാളി വാതിൽ തുറന്നിട്ട് വലിയൊരു ഓപ്പൺ സ്പേസ് ആണ്. നേരെ അങ്ങനെ അങ്ങ് പോയിരിക്കുകയാണ്. ക്രോസ് വെന്റിലേഷൻ കിട്ടുന്ന രീതിയിൽ അവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ആക്കിയിട്ടാൽ സെറ്റായി. എന്റെ ലെഫ്റ്റിലോട്ട് നോക്കൂ, നല്ലൊരു ലിവിംഗ് സ്പേസ്. നല്ല വലിയൊരു ലിവിംഗ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഈ ഒരു വിസ്താരം മാത്രമല്ല, മുകളിലേക്കാണ് നോക്കുക. ഡബിൾ ഹൈറ്റും അല്ല, ട്രിപ്പിൾ ഹൈറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ട്രിപ്പിൾ ഹൈറ്റ് ഉണ്ട്. നമുക്ക് എക്സ്റ്റീരിയറിലും നല്ലൊരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും ഹൈറ്റ് കൊടുത്തത്. നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കാം, വലിയൊരു സോഫ സെറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. വലിയൊരു കൂട്ടം ആളുകളെയൊക്കെ സ്വീകരിച്ചിരുത്താൻ പറ്റിയിട്ടുള്ള ഒരു സ്വീകരണ മുറി. അതാണ് വലിയ ലിവിംഗ് സ്പേസ് വരുന്നത്. TV സ്പേസ് ഒക്കെ കൺസോളെല്ലാം ഇവിടെ തന്നെ വന്നിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള TV യൂണിറ്റും കാര്യങ്ങളും നമ്മൾ ലിവിംഗിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ ഫ്ലോറിംഗ് ഒക്കെ ആണെങ്കിലും വലിയ ടൈലുകൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. 6x4 ജോൺസൺ ബ്രാൻഡിലാണ് നമ്മൾ ടൈലെല്ലാം ചൂസ് ചെയ്തത്. ബ്രാൻഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ജോയിൻലെസ് ആയിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു ഇറ്റാലിയൻ മാർബിൾ ലുക്കിൽ നമുക്ക് എന്ത് ചെയ്തു, ടോട്ടലി അത് ഫിനിഷ് ആയപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു എലഗന്റ് ലുക്ക് കിട്ടിയിട്ടുണ്ട്. എലഗന്റ് ലുക്ക് ത്രൂ ഔട്ട് ഈ ഒറ്റ ടൈൽ തന്നെയാണ് പോയിരിക്കുന്നത്. ത്രൂ ഔട്ട് മൊത്തം ഈ ടൈലിനെ പോയിട്ടുണ്ട്. ലിവിംഗ് സ്പേസിന് ഇപ്പുറത്തോട്ട് ചെറിയ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ആ റോസ്റ്റ് ഏരിയയ്ക്ക് ശേഷം വരുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയ നോർമലി ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ. അതും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു 8 സീറ്റർ ഡൈനിങ് ഏരിയ എന്നുള്ള കോൺസെപ്റ്റിലാണ് കൊടുത്തത്. കറക്റ്റ് സെന്റർ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
പ്ലസ് കിച്ചൺ. ഒരു ഓപ്പൺ കിച്ചൺ എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ മോഡേൺ കിച്ചൺ കൊടുത്തിട്ടുള്ളത്. അത് നല്ല രസമുള്ള ഒരു വുഡൻ എലമെന്റ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ താഴെ വന്നിട്ടുണ്ട്. ഇത് വുഡ് തന്നെയാണോ? അതെ, നമ്മൾ അലുമിനിയം ഫോയിൽ ഷീറ്റിൽ ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ. നിങ്ങളുടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ പ്രയർ യൂണിറ്റ് സാധാരണ ഒരു ക്രിസ്ത്യൻ വീടുകളിൽ കാണുന്ന രീതിയിലുള്ള ഒരു പ്രയർ, സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രയർ യൂണിറ്റ്. ലൈറ്റ് ഹാങ്ങിങ് ലൈറ്റുകൾ രസമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പുറത്തോട്ട് വരുമ്പോഴാണ് നമ്മുടെ ഹാൻഡ് വാഷ് ഏരിയ വരുന്നത്. ഹൈഡിങ് പോർഷനിലായിട്ട് നമ്മൾ ഹാൻഡ് വാഷ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതെ, ഇപ്പോഴത്തെ വീടുകളെല്ലാം പൊതുവെ ഹാൻഡ് വാഷ് ഏരിയ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പറ്റാവുന്ന അത്രയും ഡിസ്റ്റൻസ് ഇട്ടിട്ട് തന്നെ ഈ ഏരിയയും ചെയ്തിട്ടുണ്ട്. ഒരു ഒതുക്കമുള്ള സ്പേസ്. അത് സ്റ്റെയറിന് അടിയിലായിട്ടാണ് വരുന്നത്. ആ സ്റ്റെയറിന് അടിയിൽ കംപ്ലീറ്റ് സ്റ്റോറേജ് ആയിട്ടുണ്ട്. ഈ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെയാണ് ഈ ഒരു ഭാഗങ്ങൾക്ക് ചന്തം കൊടുക്കുന്നത്. അതെ, കിച്ചൺ കബോർഡുകളൊക്കെ ഒരു ഗ്രീൻ ടോണിലാണ് വന്നിരിക്കുന്നത്. ഒരു വെറൈറ്റി ആയിട്ടാണ് കൊടുത്തത്. ഒരു വെറൈറ്റി കോൺസെപ്റ്റ് എന്നുള്ളത് മൊത്തം ഒരു വുഡൻ കളറല്ലേ ഇത് വരുന്നത്. അപ്പോൾ കിച്ചൺ ഹൈലൈറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് ക്ലയന്റിന്റെ ഒരു ചോയ്സ് ആയിരുന്നു അത് ഗ്രീൻ എന്നുള്ളത്. അപ്പോൾ ഗ്രീൻ ആൻഡ് ബ്ലാക്ക് എന്നുള്ളത് നമ്മൾ ത്രോട്ട് ആക്കാൻ ബോറായിട്ടില്ല, നന്നായിട്ടുണ്ട്. അതെ, അതിന്റെ വാൾ ടൈൽ നമ്മളൊരു ആത്തുക്കുടി ടൈൽ ഡിസൈൻ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആത്തുക്കുടി പോലെ ഇരിക്കുന്ന മൊറോക്കനാണോ? അതെ, മൊറോക്കൻ ടൈലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഓപ്പണിംഗ്, ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ലൈറ്റ് വീടിന്റെ ഉള്ളിലേക്ക് തരുന്ന ഭാഗങ്ങൾ. അത് കൂടാതെ നമുക്കൊരു അപ്പുറം വർക്കിംഗ് കിച്ചൺ ഉണ്ടല്ലേ? അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ള സ്ഥലങ്ങളെല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇല്ലേ? അല്ലാണ്ട് എക്സ്ട്രാ അഡീഷണൽ വേറെ സ്ഥലങ്ങളൊന്നും അനാവശ്യമായിട്ട് ഇട്ടിട്ടില്ല ഇല്ല. അതാണ് പ്ലാനിങ്ങിന്റെ സമയത്ത് തന്നെ നമ്മൾ ഓരോ ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളും ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തത്. നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറണം. അതെ, ഫസ്റ്റ് ബെഡ്റൂമുകൾ രണ്ടും നമ്മുടെ മുറ്റത്ത് നോക്കിയാൽ കാണുന്ന കാഴ്ചകൾ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതെ, ബെഡ്റൂം നമ്മൾ സിമ്പിൾ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ഹെഡ് ബോർഡും പ്ലസ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹോട്ട് സ്പേസും ദെൻ ഒരു വാൾഡ്രോബും കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് ഒരു മേക്കപ്പ് ഏരിയ, ദെൻ നമ്മുടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ്. അറ്റാച്ച്ഡ് ആയിട്ടൊരു വാഷ്റൂമും അവിടെ വന്നിട്ടുണ്ട്. നമ്മളൊരു ടേൺ കീ ആയിട്ടാണ് പ്രൊജക്ട് എല്ലാം ചെയ്തത്. അതെ, ടേൺ കീ പ്രൊജക്ട് കാര്യം. ഫർണിച്ചർ ആയാലും വാർഡ്രോബ് സ്പേസ് ആണ് എല്ലാം നമ്മുടെ A to Z നമ്മുടെ ഐഡിയ തന്നെയാണ്. അതെ, ഇപ്പോൾ സീലിംഗ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം എലമെന്റുകളൊക്കെ വന്നിട്ടുണ്ട്. വുഡൻ എലമെന്റ് വന്നിട്ടുണ്ട്. അതുപോലെ ലൈറ്റിംഗ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സീലിംഗ് സാധാരണ ഉള്ളതിനേക്കാളും ഹൈറ്റും കൂടുതലുണ്ട് അല്ലേ? വീട് നമ്മൾ 14 അടി ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്, സ്ലാബ് ഹൈറ്റ്. അത് പിന്നെ നമ്മൾ ഡബിൾ ഹൈറ്റ് വന്നപ്പോൾ 28 അടിയോടെ നമുക്ക് എക്സ്റ്റെൻഡ് ആയി. നോർമൽ അല്ലാത്തതിനേക്കാൾ കൂടിയിട്ടുണ്ട്. അതെ, നമുക്ക് നമ്മൾ ആ കാറ്റിന്റെ കാര്യം പറഞ്ഞോളൂ. നേരത്തെ ഹൈറ്റ് ഉള്ള സ്ഥലത്താണ് വീട് നിൽക്കുന്നത്. ഒന്നും കൂടി നമുക്ക് വെന്റിലേഷനെ ആക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈറ്റ് കൂടുതൽ കൊടുത്തത്. മാത്രമല്ല വിശാലത തോന്നുകയും ചെയ്യും. അതെ, ഓക്കെ. അപ്പം നമുക്കൊരു ബെഡ്റൂം കൂടെ ഉണ്ട് താഴെ. നമ്മൾ അവിടെ കണ്ടിട്ടുള്ള അതേ ബെഡ്റൂമിന്റെ ഫീച്ചറൊക്കെ സെയിം ആയിട്ട് വരുന്ന ഒരു ബെഡ്റൂമാണ്. നോർമൽ ഫിനിഷിംഗിൽ വരുന്ന ഒരു കോട്ട് സ്പേസ് വന്നിട്ടുണ്ട്, ഒരു ഹെഡ് സ്പേസ്, പിന്നെ 2 വിൻഡോസ് ബാക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ വശത്തെയും ലൈറ്റ് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കിട്ടും. വാർഡ്രോബ് സ്പേസ്, അതെ, കുറച്ച് കളർ വേരിയേഷൻ അല്ലാതെ വേറെ ഒന്നും മാറ്റമൊന്നുമില്ല. ഡ്രസ്സിംഗ് സ്പേസ്, അപ്പോൾ അറ്റാച്ച്ഡ് വാഷ്റൂമും വന്നിട്ടുണ്ട് അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ക്ലോസ്ഡ് സ്പേസുകളൊന്നും അധികം കൊടുത്തിട്ടില്ല. ഓപ്പൺ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെളിച്ചം കിട്ടാനുള്ള ഒരു കറക്റ്റ് സ്പോട്ട്. ഇതാണ് നമ്മുടെ അപ്പർ ലിവിങ് സ്പേസ്. സിമ്പിൾ. ഒരു എനിക്ക് തോന്നുന്ന ഒരു കൺസോൾ ടേബിളും അത്യാവശ്യം നോർമൽ ആയിട്ടുള്ള ഒരു സിറ്റിംഗ് സ്പേസും, പിന്നെ പുറത്തേക്ക് ബാൽക്കണി കാഴ്ചകൾക്ക് വേണ്ടിയിട്ടാണ് പിന്നെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇരുവശത്തായിട്ട് 2 ബെഡ്റൂം വരുന്നുണ്ട്. താഴത്തെ ബെഡ്റൂമിന്റെ ഏകദേശം സെയിം സ്ട്രക്ചർ വരുന്ന ബെഡ്റൂം തന്നെയാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ഇവിടുത്തെ ബാൽക്കണി എന്ന് പറഞ്ഞാൽ താഴേക്ക് കാണുന്ന ഗാലറി. അതെ അല്ലേ? ഡബിൾ ഹൈറ്റും ഇല്ല, അതിലും കൂടുതലുണ്ട് കേട്ടോ. സാധാരണ ഉള്ളതിനേക്കാൾ ഹൈറ്റ് കൂടുതലുണ്ട്. ട്രിപ്പിൾ ഹൈറ്റ് എന്ന് പറയാൻ. അതെ, നല്ല ഹൈറ്റിൽ നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റും. കാഴ്ചയില്ല, താഴേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവും. പിന്നെ എൻ്റെ പുറകിൽ നോക്കുക, ചെറിയൊരു ഷെൽഫ് പോലെ വെച്ചിട്ടുണ്ട് അല്ലേ? ഇതാണ് ഫാമിലി. ഹായ്, നമസ്കാരം. എൻ്റെ പേര് ഷീനറ്റ്. ഇതെൻ്റെ ഫാമിലി. അജേഷൻ ടീമും വളരെ നല്ല വർക്ക് പ്രവൃത്തി പരിചയമുള്ള ആൾക്കാരാണ്. നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുത്താൽ അവരവരുടെ ഏറ്റവും നല്ല ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്തു തരും. പിന്നെ വീടിരിക്കുന്ന ലൊക്കേഷനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒരു വ്യൂ ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് അവിടെ ചെയ്തിരിക്കുന്നത്. സാധാരണ വീടിനേക്കാളും കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം കൊണ്ടും വളരെ നല്ല രീതിയിൽ തന്നെ ഏറ്റവും അവസാനം കീ ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് തന്നെ അവർ ചെയ്തു തന്നു. കംപ്ലീറ്റ് ഐഡിയ ഹസ്ബൻഡിന്റെ ആയിരുന്നു. ഹൗസ് വാമിങ്ങിന് ഒരു 1 month ബിഫോർ ആണ് ഞാൻ വീട് കാണുന്നത്. അപ്പം ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക് ഐഡിയയും പ്ലാനും ഒക്കെ. അപ്പം നമ്മുടെ ഐഡിയ അനുസരിച്ച് എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അജേഷും അവരുടെ ടീമും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ടീമിനും അജേഷിനും ഞങ്ങളുടെ വലിയൊരു നന്ദി പറയാണ്. താങ്ക് യു വെരി മച്ച്. വീടിനേക്കാൾ കൂടുതൽ നമ്മളെ ഭ്രമിപ്പിക്കുന്ന ഈ ഒരു ഏരിയ ആണല്ലേ? അതെ, കാഴ്ചകൾ നേരെ കാണാം. നമ്മൾ താഴെ നിന്ന് കണ്ടതിനേക്കാളും കുറച്ചുകൂടെ ഹൈ പോയിന്റിലുള്ള വ്യൂ.
നല്ല ഏരിയ കേട്ടോ, വൈകുന്നേരമൊക്കെ ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. വെയിലധികം ഇങ്ങോട്ട് അടിക്കുകയില്ല, കാഴ്ചകൾ കാണാം, റിലാക്സ് ചെയ്യാം. വലിയ ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാത്തൊരു സുന്ദര ഏരിയയാണ് ഈ പയ്യമ്പള്ളി എന്ന് പറയുന്നത് അല്ലേ. അതെ. ഭയങ്കര ഗ്രാമഭംഗിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ വയനാടൻ ചെരുവിലെ വീട് നല്ല രസമുള്ള ആംബിയൻസിലുള്ള നല്ല പ്രകൃതി അല്ലേ, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ആ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് വെക്കേഷൻ നോക്കിയിരിക്കുന്ന കുറച്ച് കൊച്ചുമക്കളുണ്ട് അല്ലേ, അവർക്ക് പറ്റിയ വീട് തന്നെയാണ്. ആദ്യം പറഞ്ഞത് മക്കളെയും കാത്തിരിക്കുവാണ്. കാത്തിരിക്കുന്ന രണ്ട് അപ്പൂപ്പനും അമ്മൂമ്മയുണ്ട് ഇവിടെ. ഈ ലൊക്കാലിറ്റി അല്ലെങ്കിൽ ഈ സ്ഥലം തന്നെയാണ് ഈ വീടിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. വീട് പണിത എഞ്ചിനീയറും മാർക്കുണ്ട്. ആ അതന്നെ. എത്ര മാർക്ക് കൊടുക്കും? 100 കൊടുത്തേക്കാം. എന്തിനാ കുറയ്ക്കണേ? അജേഷ് ബ്രോ, അതെ. രാജേഷിന്റെ പ്ലാനിലല്ലേ പുള്ളി എടുത്തപ്പോ മോനെ കാണിക്കും, പുള്ളിയുടെ ഐഡിയ പണിയും ചെയ്തപ്പോ 100 മാർക്ക് കൊടുക്കണ്ടേ ഈ പുള്ളിക്കല്ലേ. അപ്പം ഉഷാറായിട്ടുണ്ട് ബ്രഹ്മ ആർക്കിടെക്ചറൽ സ്റ്റുഡിയോ അല്ലേ. അതെ. അജേഷ് ബ്രോ, നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് വിളിക്കാവുന്ന. റിനോവേഷൻ വർക്കും ചെയ്യുന്നുണ്ടല്ലേ? റെനോവേഷൻ വർക്കും ചെയ്യുന്നുണ്ട്. അതുപോലെ ബിൽഡിങ്സ്, കൊച്ചിൻ്റെ ബിൽഡിങ്സ് നടക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ റെസിഡൻഷ്യൽ എല്ലാം ചെയ്യും. എല്ലാം ചെയ്യും. ബ്രഹ്മ ഏത് കൊടുക്കും, ടേൺകി പ്രൊജക്റ്റ് ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അതെ. അപ്പോൾ എന്തായാലും ബ്രഹ്മ ആർക്കിടെക്ചറൽ സ്റ്റുഡിയോയുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ ഷിനറ്റിനോട് അന്വേഷണം പറഞ്ഞേക്കാം, ഞാൻ കോൺടാക്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ കൊച്ചുമക്കളൊക്കെ വരട്ടെ, കളർഫുൾ ആവട്ടെ, അടിപൊളിയാവട്ടെ കേട്ടോ. താങ്ക് യു. അപ്പോൾ എല്ലാവരും ഒരു ബൈ പറഞ്ഞേരെ. ബൈ. ബൈ ബൈ.